മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധനം, യേശുവേ മഹത്വം. കർത്താവെ, എല്ലാ സ്തുതിയും പുകഴ്ചയും മഹത്വവും അങ്ങേക്ക് മാത്രം. ഇപ്പോൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവചനം ശ്രവിക്കാനായിട്ട് ഒരുങ്ങി ഗുഡ്നസ് TV അതിന് മുൻപിലായിട്ടിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും ഹൃദയവും ശരീരവും മനസ്സും ആത്മാവും കണ്ണും കാതും തുറന്നിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വലിയ അഗ്നിയായി, അഭിഷേക അഗ്നിയായി, കാറ്റായി, കൊടുങ്കാറ്റായി വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ പ്രത്യേകമായിട്ട് സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, നന്ദിയോടെയാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നത്. ഹൃദയത്തിൽ നമ്മളെ എപ്പോഴും കൊണ്ടു നടക്കുന്ന നമ്മുടെ സ്വന്തം അമ്മ പരിശുദ്ധ കന്യകാമറിയം. ഓഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 22 വരെ പരിശുദ്ധ അമ്മയുടെ, സ്വർഗീയ അമ്മയുടെ, നമ്മുടെ സ്വന്തം അമ്മയുടെ രാജ്ഞിത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഡേറ്റ് സിസ്റ്റർ ഒന്നും കൂടി പറയാം. ഓഗസ്റ്റ് 16 മുതൽ 7 ദിനരാത്രങ്ങൾ 7 നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആ 7 നിയോഗങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകും. അതെന്താണെന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന അമ്മയുടെ ഒരു തിരുനാളാണ് പരിശുദ്ധ രാജ്ഞിത്വ തിരുനാൾ. 1954 12-ാം പിയൂസ് മാർപ്പാപ്പ, ദൈവം സ്വർഗാതിസ്വർഗം, രാജാതിരാജൻ, നാഥന്മാരുടെ നാഥൻ, രാജാക്കന്മാരുടെ രാജാവാണെങ്കിൽ ദൈവത്തിൻ്റെ അമ്മ പരിശുദ്ധ രാജ്ഞിയാണ്, സ്വർഗീയ രാജ്ഞിയാണ്, സ്വർഗീയ അമ്മയാണ് എന്ന തിരിച്ചറിവ് 1954 12-ാം പിയൂസ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ചപ്പോൾ അന്ന് മുതൽ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ രാജ്ഞിത്വം പരസ്യമായി പ്രഖ്യാപിക്കുകയും അത് ആഘോഷമായി കൊണ്ടാടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് 16 മുതൽ നമ്മൾ നൊവേന ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ രാജ്ഞിത്വമായിട്ട് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തയോടെ, സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഓടിയെത്തുന്ന നമ്മുടെ അമ്മ, നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല വ്യക്തിപരമായ ജീവിതത്തിലെ ആ ദേശം മുഴുവനിലും അമ്മ തൻ്റെ മക്കളെ കുരിശിൻ ചുവട്ടിലേക്ക് ആനയിക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ് അമ്മ ചെയ്യുന്നത്. കുരിശിൻ ചുവട്ടിൽ ഇന്നും ഒഴുകിയിറങ്ങുന്ന ചുടുരക്തം തിരുരക്തമാകുന്ന കടലിൽ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന മക്കളെ ആ കടലിൽ മുക്കിയെടുത്തുകൊണ്ട് തൻ്റെ നീല മേലങ്കി കൊണ്ട് തുടച്ച് കൈപിടിച്ച് കുരിശിൻ ചുവട്ടിലേക്ക് ആനയിക്കുന്ന അമ്മ, ഈ തിരുരക്തക്കടലിൽ ഓരോ മകനെയും മകളെയും കാത്തു നിൽക്കുന്ന നമ്മുടെ അമ്മ, വിശുദ്ധ യോഹന്നാനോടൊപ്പം അമ്മയുടെ കരം പിടിച്ച് കുരിശിൻ ചുവട്ടിലേക്ക് ഈ ഒരു സമയം മുഴുവനും നമ്മൾ പ്രാർത്ഥനയോടുകൂടെ നടന്നു നീങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് നമുക്ക് കാണാം സങ്കീർത്തനങ്ങൾ 45:9. സങ്കീർത്തനങ്ങൾ 45:9. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. സങ്കീർത്തനങ്ങൾ 45:9 പരിശുദ്ധ മറിയത്തെ രാജ്ഞിയായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹങ്ങൾ സ്വന്തം മക്കൾ, രാജ്ഞിയുടെ മക്കൾ എന്ന അവകാശത്തോടെ സ്വീകരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് സിസ്റ്റർ ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. സങ്കീർത്തനങ്ങൾ 45:9. ഇനി നമുക്ക് 7 ദിനരാത്രങ്ങൾ 7 നിയോഗങ്ങൾ നമ്മുടെ സങ്കടങ്ങളാക്കി മാറ്റാം. അത് കണ്ണീരോടെ, നമുക്കറിയാം ഇപ്പോൾ പെരുമഴ കാലമാണ്. ഈ പെരുമഴ കാലത്തും ഒരു മഴവില്ല് വിരിയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് പ്രത്യാശയാണ്. മഴവില്ലിനെ എപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെക്കാറുണ്ട് പ്രതീകമായിട്ട്. ഒപ്പം തന്നെ 950 വർഷം ജീവിച്ച നോഹയോട്
പിതാവായ ദൈവം ഉടമ്പടി ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ഓർമ്മകളും നമുക്ക് ഈ മഴവില്ലിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ രാജ്ഞിത്വം നമുക്ക് ധ്യാനിക്കാം. ആ രാജ്ഞിത്വത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ രാജ്ഞിത്വം കുറിക്കുന്നത് കരുണയുടെ രാജ്ഞി. നമ്മുടെ അമ്മ പരിശുദ്ധ കന്യകാമറിയം കരുണയുടെ രാജ്ഞി. നമുക്കതിൻ്റെ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് നിയമാവർത്തന പുസ്തകം അധ്യായം 30 3-ാം തിരുവചനം. നിയമാവർത്തന പുസ്തകം അധ്യായം 30 3-ാം തിരുവചനം. ഭക്തിപൂർവം വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം വിശുദ്ധ ബൈബിൾ തുറക്കാനും അടയ്ക്കാനും. കാരണം വിശുദ്ധ ബൈബിൾ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എപ്പോഴും സിസ്റ്റർ ഓർക്കുകയാണ്, സിസ്റ്ററിൻ്റെ ഒരു ഉദാഹരണമായിട്ട് സിസ്റ്റർ പറയുകയാണ്, അനുഭവമായിട്ട് പറയുകയാണ്. വിശുദ്ധ ബൈബിൾ പല സ്ഥലങ്ങളിലും പല ധ്യാന കേന്ദ്രങ്ങളിലും സിസ്റ്ററുടെ തന്നെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൊടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, വെച്ചെഴുതുന്ന ഒരു പുസ്തകമായിട്ട് മാറുകയാണ്. അമ്മയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് ഇപ്പോൾ പറയാൻ പറഞ്ഞതുകൊണ്ട് സിസ്റ്റർ പറയുകയാണ്, വെച്ചെഴുതാനുള്ള ഒരു പുസ്തകമല്ല, കാലുമേ കയറ്റി വെച്ചുകൊണ്ട് പുസ്തകം ബൈബിൾ വെച്ചുകൊണ്ട് നോട്ട് ബുക്കോ അല്ലെങ്കിൽ ഡയറിയോ ഈ ബൈബിളിൻ്റെ മുകളിൽ വെച്ചെഴുതാനുള്ള ഒരു പുസ്തകമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് പല സ്ഥലങ്ങളിലും നമ്മുടെ ക്രൈസ്തവ മക്കൾ. സിസ്റ്റർ ഒരു അനുഭവം പറയുകയാണ്. സിസ്റ്ററുടെ മഠത്തിൽ സിസ്റ്റർ ഡെയ്സി എന്നൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഈ സിസ്റ്ററുടെ അപ്പനും അമ്മയ്ക്കും ഏക മകളാണ് ഈ സിസ്റ്റർ, CMC സിസ്റ്റർ. വലിയ ദൈവഭക്തരും വിശ്വാസികളുമാണവർ. ദിവസവും അവർ പള്ളിയിൽ പോകും. അങ്ങനെ ഈ അപ്പനും അമ്മയും ഒരു ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് അപ്പന് ഹാർട്ട് അറ്റാക്ക്, അതായത് CVS സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്, CVS സ്ട്രോക്ക് വന്നിട്ട് അപ്പനെ CCUയിൽ കൊറോണറി കാർഡിയാക് യൂണിറ്റ് എന്ന് നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുവാനായിട്ട് ഡോക്ടർ ഇവരുടെ ബന്ധുക്കളോട് പറയുകയാണ്. ഈ മകളും എല്ലാവരും CCUവിൻ്റെ പുറത്ത് നിന്ന് പൊട്ടിക്കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സസ് ആശുപത്രിയിൽ, ക്രൈസ്തവ ആശുപത്രിയാണ്, ഇവരെ വളരെ ഒരു തമാശ മട്ടിലെ ഒരു അബോധാവസ്ഥ, എന്നാൽ കുറച്ച് ഓർമ്മയുണ്ട്. മരിക്കാറായി, എല്ലാവരും അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ അപ്പച്ചനെ വളരെ സ്നേഹം തോന്നിയിട്ട് അതിൽ 2-3 നേഴ്സുമാർ രാത്രിയിൽ ഈ CCUയിൽ വെച്ചിട്ട് ICU അവിടെ വെച്ച് ചോദിക്കുകയാണ്, അപ്പച്ചൻ്റെ ലാസ്റ്റ് ആഗ്രഹം, അതായത് അവസാന ആഗ്രഹം ഒന്ന് ഞങ്ങളോട് പറയാമോ? അപ്പോൾ അവസാന ഓപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പച്ചന് യാതൊരു ഓർമ്മയുമില്ല, എങ്കിൽ പോലും ഉള്ളിൽ അപ്പച്ചന് ഓർമ്മയുണ്ട്. അബോധാവസ്ഥയിലായാലും ഇപ്പോൾ ക്യാൻസർ രോഗികളൊക്കെ ആകുമ്പോൾ മരിക്കണ വരെ അവർക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കും അവർക്ക് ഓർമ്മയില്ല എന്ന്, പക്ഷേ അവസാന ആ ശ്വാസം ഇടുന്നത് വരെ ഉള്ളിൽ ഓർമ്മയുണ്ട്, പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ സ്റ്റാഫ് നേഴ്സസ് ചോദിച്ചത് ഈ അപ്പച്ചൻ കേട്ട മാത്രയിൽ ഉള്ളിൽ നിന്നൊരു പ്രത്യേക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ അപ്പച്ചൻ വളരെ സാവകാശത്തിൽ അവ്യക്തമായും എന്നാൽ വ്യക്തമായും പറയുകയാണ്, ഞാൻ ഇന്നുവരെ ചുമന്നുകൊണ്ട് നടന്ന എൻ്റെ ദൈവം എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. അതായത് അപ്പൻ അടിവരയിട്ട് വചനം വായിച്ചുകൊണ്ട് നടക്കുന്ന ബൈബിൾ, ആ ചുമന്നുകൊണ്ട് നടക്കുന്ന ദൈവമായ ബൈബിൾ, യോഹന്നാൻ 1 നമുക്കറിയാം, ആദിയിൽ ദൈവം, വചനമാണ് ദൈവം. അതുപോലെ തന്നെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു. അപ്പോൾ വചനത്തിൻ്റെ അത്ഭുതം, ദൈവത്തിൻ്റെ വചനം, അത് ഒരിക്കലും മാറ്റമില്ലാത്ത വചനം, ദൈവം തന്നെയായ വചനം, വചനമായ ദൈവം, ആ ചുമന്നുകൊണ്ട് നടന്ന ബൈബിളാകുന്ന ദൈവവചന ഗ്രന്ഥം എൻ്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് വെക്കണം, ഇതാണ് എൻ്റെ അവസാന ആഗ്രഹമെന്ന് ഈ അപ്പച്ചൻ പറഞ്ഞു. അപ്പോൾ ഇവർ വ്യക്തമായിട്ട് എന്നാൽ അധികം സ്ഫുടമല്ലാത്ത രീതിയിൽ കേട്ടു. ഇങ്ങനെ ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഇവർ പുറത്ത് പോയിട്ട് ഭാര്യയോടും ഈ മകളോടും പറഞ്ഞു, അപ്പച്ചൻ ഉപയോഗിച്ചിരുന്ന ബൈബിൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം, അപ്പച്ചൻ്റെ അവസാന ആഗ്രഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകളെ വിട്ട് വീട്ടിലേക്ക് പോയിട്ട് അപ്പച്ചൻ അന്ന് വരെ ഉപയോഗിച്ച, അപ്പച്ചൻ ചുമന്നുകൊണ്ട് നടന്ന ആ വിശുദ്ധ ബൈബിൾ കൊണ്ടുവരികയാണ്. അങ്ങനെ ബൈബിൾ കൊണ്ടുവന്ന് ഇവരെ തമാശ മട്ടിലെ അപ്പച്ചൻ്റെ നെഞ്ചത്ത് വെച്ചു. അപ്പച്ചൻ അവിടെ കിടന്നുകൊണ്ട് ഉറക്കെ ഈ വിശുദ്ധ ബൈബിൾ ഹൃദയത്തെ തൊട്ട മാത്രയിൽ, പ്രിയപ്പെട്ടവരെ, സിസ്റ്റിനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ അപ്പച്ചൻ സ്ഫുടമായിട്ടും വ്യക്തമായിട്ടും ഉറക്കെ പറയുകയാണ്, ഇതുവരെ ഞാൻ ചുമന്ന എൻ്റെ ദൈവം, വിശുദ്ധ ബൈബിൾ,
ഇനി മുതൽ ഈ ദൈവം എന്നെ ചുമക്കണം. അതൊരു പ്രാർത്ഥനയായിട്ട് ഉയർന്ന് കണ്ണിൽ നിന്നും ധാരയായി കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നു. ആ സമയം ഈ അപ്പച്ചൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കുക. അതുപോലെ ഇവരോട് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരണമെന്ന്. അത് പറയുമ്പോൾ ബോധാവസ്ഥയിലേക്കും ഒരു നോർമൽ അവസ്ഥയിലേക്ക് അപ്പച്ചൻ വരുന്ന ഒരു അവസ്ഥയാണ് ഇവർ കണ്ടത്. ഉടൻ തന്നെ ഭാര്യയെയും ഈ സിസ്റ്ററിനെയും ഉള്ളിലേക്ക് വിളിച്ചു. എല്ലാവരും കൂടി ദൈവത്തെ സ്തുതിച്ചു. ഈ അപ്പച്ചൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഈ അപ്പച്ചൻ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ഇനി നമ്മുടെ മകളാണെങ്കിൽ നമ്മൾ ദൈവത്തിന് ബലി കൊടുത്തു. ഇനി നമുക്ക് ആരുമില്ല ഈ ലോകത്തിൽ. നമുക്ക് രണ്ടു പേർക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലേക്കും നമുക്ക് ഓടി നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പച്ചൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് ഈ അപ്പനും അമ്മയും ഇന്നും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും അവർ ഓടി നടക്കുകയാണ്. അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ അവരെന്തുമാത്രം സ്നേഹിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ നടന്ന അത്ഭുതമാണ് സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത്. ഒന്നാം രാജ്ഞിത്വത്തിലേക്ക് നമുക്ക് വരാം. കരുണയുടെ രാജ്ഞി. ഈ രാജ്ഞി നിയമാവർത്തനം 30:3 നമ്മൾ വരുമ്പോൾ, നിങ്ങളുടെ കർത്താവ് നിങ്ങളെ ചിതറിച്ച് കിടക്കുന്ന എല്ലാ ദേശങ്ങളിൽ നിന്നും അവശേഷിച്ചിരിക്കുന്ന ചിതറിച്ച് കിടക്കുന്ന എല്ലാ ജനതകളിൽ നിന്നും നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എന്നുള്ള ദൈവവചനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ കാരുണ്യം വറ്റിയ മനസ്സുകളിൽ കരുണയുടെ പുഴയായിട്ട് നമ്മുടെ കാരുണ്യരാജ്ഞി സ്വർഗത്തിൽ നിന്ന് കരുണ നമുക്ക് തരുന്നു. കരുണയുടെ വിതരണക്കാരി, കൃപയുടെ വിതരണക്കാരി നമ്മുടെ അമ്മ, പ്രിയപ്പെട്ട അമ്മ. ഈ അമ്മ ഈ കരുണ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ഏറ്റുവാങ്ങി തരികയും ഈ കരുണ മറ്റുള്ളവരോട്, എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ, വാക്കും പ്രവൃത്തിയും ഇന്ന് ചേരുന്നില്ല. വാക്കൊരു വിധം, പ്രവൃത്തി വേറെ വിധം. മറ്റുള്ളവരോട് നീതിയോ നിയമമോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രാധാന്യം, കരുണയാണ് പ്രാധാന്യം. കരുണ കാണിക്കുക, നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ അമ്മയിൽ നിന്നും കരുണയുടെ രണ്ടാം രാജ്ഞിത്വത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ പ്രഭാഷകൻ 4:12 നമുക്ക് ശ്രദ്ധിക്കാം. പ്രഭാഷകൻ 4:12 ആനന്ദത്തിൻ്റെ രാജ്ഞി. അവളെ നമുക്ക് ആ വചനം വായിക്കാം. അവളെ സ്നേഹിക്കുന്നവർ ജീവനെ സ്നേഹിക്കുന്നു. അതിരാവിലെ അവളെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയുന്നു. അപ്പം അമ്മയെ നമ്മൾ എന്തുകൊണ്ടാണ് ആനന്ദത്തിൻ്റെ രാജ്ഞി എന്തുകൊണ്ടാണ് പറയുന്നത്? അമ്മ ലൂക്ക 1:46 ഉരുവിട്ടു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം ശക്തമാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം മുഴുവൻ ആനന്ദത്താൽ പാടുന്ന നമ്മുടെ അമ്മയെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്വർഗീയ ആനന്ദത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും മക്കളായ നമുക്ക് ലഭിക്കാൻ രണ്ടാം രാജ്ഞിത്വം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ഓഗസ്റ്റ് 16 മുതൽ 22 തിരുനാൾ ആഘോഷിക്കുന്നവരെ നമ്മൾ ധ്യാനിക്കുകയാണ്. മൂന്നാമത്തെ രാജ്ഞിത്വത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടെ കാണുന്നത് അനുഗ്രഹങ്ങളുടെ രാജ്ഞി. അതിൻ്റെ ദൈവവചനം വെളിപാട് 19:8 നമുക്ക് കടന്നു വരാം. അതായത് ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കുവാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. അപ്പം വെളിപാടിൻ്റെ പുസ്തകം അധ്യായം 19 വരുമ്പോൾ മുഴുവനും അവിടെ സ്തോത്രഗീതം പെരുവെള്ളത്തിൻ്റെ അല്ലെങ്കിൽ തിരമാലകളുടെ ഇലച്ചിൽ പോലെ, പെരുവെള്ളത്തിൻ്റെ ഗർജനം പോലെ, വലിയ ജനക്കൂട്ടത്തിൻ്റെ ആരവം പോലെ സ്തുതിപ്പാണ് സ്വർഗത്തിലെ ഹല്ലേലൂയ. അതിനോട് ചേർന്നുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്കും ശാപമേറ്റ ഞങ്ങളുടെ തലമുറകളിലേക്കും പൂർവികരിലേക്കും ഞങ്ങളിലേക്കും കരുണയായിട്ട് ഇപ്പോൾ നമ്മൾ ആനന്ദമായിട്ട് മാതാവേ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് മൂന്നാം രാജ്ഞിത്വം നമ്മൾ ധ്യാനിക്കുന്നത്. നാലാം രാജ്ഞിത്വത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണപ്പോൾ 1 കരുണയുടെ രാജ്ഞി, 2 ആനന്ദത്തിൻ്റെ രാജ്ഞി, 3 അനുഗ്രഹത്തിൻ്റെ രാജ്ഞി. അതിൻ്റെ കൊട്ടേഷൻസും സിസ്റ്റർ പറഞ്ഞു. നാലാം രാജ്ഞിത്വം അത്ഭുതങ്ങളുടെ രാജ്ഞി. അത്ഭുതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ ദൈവവചനമാണ് ഹബക്കൂക്ക് 1:5. ഹബക്കൂക്ക് 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാനിതാ ചെയ്യാൻ പോകുന്നു. അതെന്താണ്?
അത്ഭുതങ്ങളുടെ രാജ്ഞിക്ക് വേണ്ടി നമ്മൾ പറയുന്ന ദൈവവചനം. അപ്പം നമുക്കറിയാം, അമ്മയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാനായിൽ ചെയ്ത അമ്മയുടെ അത്ഭുതം, അവർക്ക് വീഞ്ഞില്ല. ഇന്നും ഈ ലോകത്തിലെ ഓരോ കുടുംബങ്ങളെയും നോക്കി, നമ്മെ നോക്കി അമ്മ പറയുകയാണ്, കണ്ണീരോടെ രക്തക്കണ്ണീരൊഴുക്കി അമ്മ പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. വീണ്ടും യോഹന്നാൻ 2:5 അമ്മ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മകൻ യേശു പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ എന്നും അമ്മ നമ്മളോട് പറയുകയാണ്. അതുപോലെ അമ്മ പറയുന്ന ഒരു വചനമുണ്ട്, മകനേ മകളെ, ഞാൻ എത്ര നേരമായി നിന്നെ അന്വേഷിക്കുന്നു. എവിടെയൊക്കെ അന്വേഷിച്ചു? അത് ദേവാലയത്തിലിരുന്ന് ദൈവശാസ്ത്രികളെ പഠിപ്പിച്ചവരോട്, ഈശോയോടല്ല അമ്മ പറയുന്നത് പ്രിയപ്പെട്ടവരെ. അമ്മ രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ അമ്മ നമ്മളോടാണ് പറയുന്നത്, മകനെ മകളെ, നീ എവിടെയാണ്? ഞാൻ എത്ര നേരമായി നിന്നെ അന്വേഷിക്കുന്നു. പുത്രി അന്വേഷകയായ നമ്മുടെ അമ്മയുടെ രാജ്ഞിത്വം, അതായത് അത്ഭുതങ്ങളുടെ രാജ്ഞി, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ. ഇനി ഒന്നുമില്ല, ആരുമില്ല, പ്രശ്നം മല പോലെ മുന്നിൽ നിൽക്കുകയാണ്. വേണ്ട മകനെ മകളെ, അധൈര്യപ്പെടുത്തരുത്. പരിഹാരത്തിന് നമുക്ക് മദ്യപാനവും ആത്മഹത്യയും ഒരു പരിഹാര മാർഗമല്ല. മൊബൈൽ അടിമത്തം പരിഹാര മാർഗമല്ല. അത്ഭുതം വഴി നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ ഇതാ കുടുംബത്തിൽ നിൽക്കുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നു, നമ്മുടെ കരം പിടിച്ച് നിൽക്കുന്നു. അമ്മയുടെ കരം നമുക്ക് മുറുകെ പിടിക്കാം. 5ാമത്തെ രാജ്ഞിത്വത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രകാശത്തിൻ്റെ രാജ്ഞി. നമുക്കറിയാം, ഏശയ്യ 9:2 പ്രകാശത്തിൻ്റെ രാജ്ഞി. സങ്കീർത്തനം 34:5 പറയുന്നുണ്ട്, കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി, അവർക്ക് ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിന്നവരൊക്കെ പ്രകാശിതരായി. പ്രിയപ്പെട്ടവരെ, പ്രകാശം കിട്ടിയവരൊക്കെ, കണ്ടുമുട്ടുന്നവർക്കൊക്കെ ഈ പ്രകാശമാണ് കൊടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് അന്ധകാരത്തിന് ചരിക്കാനോ അന്ധകാരം കൊടുക്കാനോ സാധിക്കുകയില്ല. അവരെ പ്രകാശം കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ അമ്മ പ്രകാശത്തിൻ്റെ രാജ്ഞി. പ്രകാശം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ആ ദൈവത്തിൻ്റെ അമ്മ പ്രകാശത്തിൻ്റെ രാജ്ഞിയാണ്. അതിൻ്റെ നമ്മുടെ യേശു 9:2 അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായൊരു പ്രകാശം കണ്ടു, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ഉൽപ്പത്തി 1 നമുക്കറിയാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. ഈ വെളിച്ചം, പ്രകാശം ഇന്ന് ഭൂമിയിലെ പ്രകാശ വലയം തീർക്കാൻ പ്രിയപ്പെട്ട നമ്മൾ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇപ്പം സിസ്റ്റർ എല്ലാവരോടും പറയും, 7 കരുണക്കൊന്ത, 4 ജപമാല, അരമണിക്കൂർ സ്തുതിപ്പ് വിടാതെ നമ്മൾ ദിവസവും ചെയ്ത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. 6ാമത്തെ രാജ്ഞിത്വം, സമൃദ്ധിയുടെ രാജ്ഞിത്വം. സിസ്റ്ററിനറിയാം, സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ, ജോലിയില്ലാതെ വീടില്ലാതെ കഴിയുന്ന നിരവധി മക്കളെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുൻപിൽ കാണിച്ചു തരികയാണ്. അപ്പം സമൃദ്ധിയുടെ രാജ്ഞിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വരുന്നത് സങ്കീർത്തനങ്ങൾ 36:8 അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് സംതൃപ്തി അടയുന്നു. അമ്മ ശരീരത്തിലും ആത്മാവിലും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് തിരിച്ചറിഞ്ഞ 12ാം പീസ് മാർപ്പാപ്പ സമൃദ്ധിയുടെ രാജ്ഞിയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സ്വർഗത്തിൻ്റെ സമ്പൽ സമൃദ്ധി. സിസ്റ്റർ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം മുഴുവൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. സ്വർഗീയ സൈന്യങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. സ്വർഗീയ വരങ്ങൾ കൊണ്ട് നമ്മളെ സമ്പന്നരാക്കുന്നു. 7ാം രാജ്ഞിത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ സൗഖ്യത്തിൻ്റെ രാജ്ഞി. ഇന്ന് ദുരിത രോഗങ്ങളാണ് നിരവധി. കാലവർഷക്കെടുതികളും മറ്റും മൂലം, മാറാ രോഗികൾ മറ്റും മൂലം, കൊറോണയ്ക്ക് ശേഷം ഒരുപാട് രോഗങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, തളർന്നു വീഴുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിന് നിയമാവർത്തനം 7:15 നമുക്ക് കടന്നു വരാം. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ഞാൻ മുറിവേറ്റവനാണെന്ന് പറയാത്ത ആരും ഇന്ന് ഭൂമിയിലില്ല. മുറിവേൽപ്പിക്കുക, സ്വയം മുറിവേൽപ്പിക്കുക. ഇത് തന്നെ മുറിവേറ്റവരുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജോബിനെ പോലെ മുറിവേറ്റവർ, ശിരസ് മുതൽ കാൽപാദം വരെ ഈ സൗഖ്യത്തിൻ്റെ രാജ്ഞി ഈശോയിൽ നിന്ന് തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകി വെടുപ്പാക്കുന്ന വലിയ ഒരു അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഓ പരിശുദ്ധ അമ്മേ, സ്വർഗീയ രാജ്ഞി, നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും കൈകൾ കൂപ്പാം. ഓ അമ്മേ പരിശുദ്ധ രാജ്ഞി, സ്വർഗീയ രാജ്ഞി, ഓഗസ്റ്റ് 22 അമ്മയുടെ രാജ്ഞിത്വ തിരുനാൾ മക്കളായ ഞങ്ങൾ ആഘോഷിക്കാനായിട്ട് ഈ 7 ദിനരാത്രങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ അമ്മേ, ഈ ലോകം മുഴുവനേ സമർപ്പിക്കുന്നു. അമ്മയ്ക്ക് അടിമ വയ്ക്കുന്നു, അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു, കുടുംബം മുഴുവനും പ്രതിഷ്ഠിക്കുന്നു, ലോകം മുഴുവനും പ്രതിഷ്ഠിക്കുന്നു. കണ്ണീരോടെ വേദനയോടെ, ആരുമില്ല, എനിക്ക് ആരുമില്ല, ഞാൻ തനിച്ചാണ്, എനിക്ക് കുടുംബാംഗങ്ങളില്ല, ബന്ധുക്കളില്ല, സഹോദരങ്ങളില്ല, സുഹൃത്തുക്കളില്ല എന്നൊക്കെ പറഞ്ഞ് നെടുവീർപ്പെട്ട് കരഞ്ഞുകൊണ്ട് സിസ്റ്ററിൻ്റെ മുന്നിൽ ഇത് കേൾക്കാനിരിക്കുന്ന എല്ലാ മക്കളെയും ഇതാ സിസ്റ്റർ 9 വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന, നിങ്ങൾക്കറിയാം, എപ്പോൾ യൂട്യൂബിൽ തുറക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മാതാവിനെയും കൊണ്ട് നടക്കുന്ന ഒരു സിസ്റ്റർ 9 വർഷമായിട്ട് ഞാൻ അമ്മയെ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അമ്മ എന്നെ കൊണ്ട് നടക്കുന്ന സിസ്റ്ററാണ്. ഇസ്രായേൽ പലസ്തീൻ വരെ പോയപ്പോൾ ഈ അമ്മയെ ഞാൻ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ആ അമ്മയുടെ തൃപാദത്തിലെ എല്ലാ മക്കളെയും സിസ്റ്റർ സമർപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് ഇത് കേട്ടതിന് ശേഷം പ്രിയപ്പെട്ടവരെ, 7 തവണ ഈ പ്രാർത്ഥന എല്ലാവരും വീടുകളിൽ എപ്പോഴും ചെയ്താൽ അത്രയും നല്ലത്. എന്നാൽ 7 തവണ സിസ്റ്റർ ഒരു പൂർണ്ണ നമ്പർ വെക്കുകയാണ്. 7 തവണ നമ്മൾ ഈ കുഞ്ഞു പ്രാർത്ഥന എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ രാജ്ഞിയുടെ രാജ്ഞിത്വത്തിലൂടെയാണ് നമ്മൾ എത്രയും വേഗം കടന്നുപോയത്. മണിക്കൂറുകൾ പറയേണ്ട ഒരു ടോക്കാണിത്. എങ്കിലും നിങ്ങൾക്ക് കിട്ടിയതനുസരിച്ച് നിങ്ങളത് എല്ലാവർക്കും ഇത് പകർന്നു കൊടുക്കുക. വെളിപാട് 12 പരിശുദ്ധാത്മാവ് ഇപ്പോൾ വചനം തരുന്നത്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇത് അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, 7 തലയും 10 കൊമ്പും. അതിൻ്റെ ശിരസിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിൽ നക്ഷത്രങ്ങളിൽ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ കാത്തു നിന്നു. സർപ്പം കാത്തു നിന്നു അവളുടെ മുൻപിൽ. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനായിരുന്നു അവൻ. അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അടുത്ത വചനം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവകൽപ്പന കാക്കുന്നവരുമാരുടെ അടുത്തേക്ക് സർപ്പം ഉഗ്രകോപത്തോടെ പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. ഇന്ന് കുടുംബ ജീവിതങ്ങൾ, ദാമ്പത്യ ജീവിതങ്ങൾ തകർത്ത് വിശുദ്ധിയുടെ പരിമളം നിറയ്ക്കേണ്ടതിന് പകരം അശുദ്ധിയുടെയും തകർച്ചയുടെയും അവൻ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ തിന്മയും നന്മയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മ രാജ്ഞി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് പ്രത്യേകിച്ച് ജപമാല എപ്പോഴും കയ്യിൽ നമ്മുടെ ജപമാല ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹക്കോട്ടയും പുത്രനായ ദൈവത്തിൻ്റെ തിരക്തക്കോട്ടയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക അഗ്നിക്കോട്ടയും പരിശുദ്ധ അമ്മയുടെ ജപമാല കോട്ടയും മാലാക്കന്മാരുടെ വിശുദ്ധരുടെയും പ്രാർത്ഥനാ കോട്ടയും കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളിലും വ്യാപരിക്കട്ടെ. ആമേൻ.